നമസ്കാരം പ്രിയപ്പെട്ടവരെ, മൗനവാണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് അശ്വതി നക്ഷത്രം 2025 സമ്പൂർണ്ണ ഫലമാണ്. അതിനു മുൻപായി നിങ്ങൾക്ക് കുറച്ച് പൊതു അറിവ്. നക്ഷത്രം എന്നത് എന്താണ്? നക്ഷത്രം എന്നത് ചന്ദ്രന്റെ സഞ്ചാരപഥത്തിൽ വരുന്ന താരമണ്ഡലങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ചന്ദ്രൻ ഓരോ ദിവസവും ഓരോ നക്ഷത്രത്തിലൂടെയും സഞ്ചരിക്കുന്നു. ഇങ്ങനെ ആകെ 27 നക്ഷത്രങ്ങളാണ് വൈദിക ജ്യോതിഷത്തിൽ പരിഗണിക്കുന്നത്. ഒരു വ്യക്തി ജനിക്കുമ്പോൾ ചന്ദ്രൻ ഏത് നക്ഷത്രത്തിലായിരിക്കുന്നുവോ അതാണ് ആ വ്യക്തിയുടെ ജന്മനക്ഷത്രം. ഉദാഹരണം, ചന്ദ്രൻ അശ്വതി നക്ഷത്രത്തിലായിരുന്നപ്പോൾ ജനിച്ചവരുടെ ജന്മനക്ഷത്രം അശ്വതിയാകും. നക്ഷത്രഫലം എന്നത് എന്താണ്? ജന്മനക്ഷത്രം അടിസ്ഥാനമാക്കി ഒരാളുടെ ജീവിതത്തെക്കുറിച്ച് ചെയ്യപ്പെടുന്ന ജ്യോതിഷഫലമാണ് നക്ഷത്രഫലം. ഇത് ഒരു വ്യക്തിയുടെ സ്വഭാവം, ഭാഗ്യസൂചനകൾ, തൊഴിൽ വ്യാപാര സാധ്യതകൾ, വിവാഹം, കുടുംബം, ധനം, ആരോഗ്യം എന്നിവ ഏത് ദശകളിൽ കൂടുതൽ വിജയമുണ്ടാക്കുമെന്നും ദൈനംദിനം, ആഴ്ച, മാസം അടിസ്ഥാനത്തിലുള്ള ഫലങ്ങളും ഇവ ഒക്കെയാണ് നക്ഷത്രഫലത്തിൽ പറയുന്നത്. നമുക്ക് ഇന്ന് അശ്വതി നക്ഷത്രത്തിന്റെ 2025 ഫലം നോക്കാം. പൊതുവെ അശ്വതി നക്ഷത്രക്കാർക്ക് ആത്മവിശ്വാസവും ദൈവാനുഗ്രഹവുമുള്ള ഒരു വർഷമാണ് 2025. അശ്വതി നക്ഷത്രത്തിന്റെ രാശി മേടം. ദേവത അശ്വിനി ദേവന്മാർ. ധർമ്മം ചികിത്സയും സംരക്ഷണവും. ഈ നക്ഷത്രക്കാർക്ക് ധനകാര്യഭാഗ്യമുള്ള വർഷമാണ് ഇത്. വരുമാനം നിലനിൽക്കും, പക്ഷേ ചെലവുകൾ എല്ലാം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്ന്. ആസ്തി വാങ്ങലിന് സൗകര്യമുണ്ടാകും. ചിലർക്കു അന്യായമായ നഷ്ടം ഒഴിവാക്കാൻ നാണയകാര്യത്തിൽ ജാഗ്രത വേണം. ഇവർക്ക് ഇനി സാമ്പത്തികമായി ഗുണകരമായ മാസങ്ങൾ ഒക്ടോബർ, ഡിസംബർ ആണ്. ജോലിയും ബിസിനസ്സും പുതിയ അവസരങ്ങൾ ഉയരും. നേരത്തെ ശ്രമിച്ച കാര്യങ്ങൾ ഇപ്പോൾ ഫലമാകും. സ്വന്തമായി ചെയ്യാനായിരുന്ന സംരംഭങ്ങൾ പടർന്നു വളരും. സർക്കാർ ജോലി തേടുന്നവർക്ക് സമയം അനുകൂലമാണ്. ആരോഗ്യരംഗം, IT, ഓൺലൈൻ ബിസിനസ്, മെഡിക്കൽ എന്നിവ ഇവർക്ക് ലാഭകരമായ മേഖലകളാണ്. വീട്ടിൽ സന്തോഷം വർദ്ധിക്കും. വിവാഹയോഗ്യരായവർക്ക് ഗുണപരിചയങ്ങൾ ലഭിക്കും. ബന്ധുക്കളുമായി പൂർണ്ണമായ ആശയവിനിമയം ഉണ്ടാക്കാൻ ശ്രമിക്കുക. ആരോഗ്യകാര്യത്തിൽ അശ്വതി നക്ഷത്രക്കാർക്ക് നേരിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. നേരിയ മാനസിക സമ്മർദ്ദം, തലവേദന, ക്ഷീണം അനുഭവപ്പെടാം. യോഗ, പ്രാണായാമം, ഭക്തിയോഗം തുടങ്ങിയവ മാനസിക ശാന്തിക്ക് സഹായിക്കും. ഡോക്ടറുടെ ഉപദേശം അനുസരിച്ച് ജീവിതശൈലി മാറ്റങ്ങൾ ചെയ്യുക. അശ്വിനി ദേവന്മാരെയും ദുർഗാദേവിയെയും പ്രാർത്ഥിക്കുന്നത് ഫലം ചെയ്യും. ദുർഗാ സഹസ്രനാമം, ലളിതാ സഹസ്രനാമം, ദുർഗാകവചം എന്നിവ ജപിക്കുക. ഓഗസ്റ്റ്, നവംബർ മാസങ്ങൾ ശുഭമാണ്. സെപ്റ്റംബർ മാസം ശ്രദ്ധിക്കേണ്ട മാസമാണ്. അശ്വതി നക്ഷത്രജാതകർക്ക് ദുർഗാദേവിയുടെ സംരക്ഷണത്തിനായി ദിനവും ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായ വിച്ചേ എന്ന നാമം ജപിക്കുന്നത് ഉചിതമാണ്. നിങ്ങൾ ഏതൊരു കാര്യത്തെയും ധൈര്യത്തോടെ നേരിടുക. കഠിനാധ്വാനത്തിന്റെ ഫലം നിങ്ങൾക്ക് ഉറപ്പാണ്. ദുഷ്പ്രഭാവം ഉള്ള നക്ഷത്രകാലത്ത് ദേവീമന്ത്രം ജപിക്കുക. ഇത് ഒരു പൊതുവായ ഫലപ്രവചനമാണെന്ന് ഓർമ്മിക്കുക. വ്യക്തിഗത ജാതകത്തിലെ ഗ്രഹസ്ഥിതികൾ അനുസരിച്ച് ഫലങ്ങൾ മാറാം. കൂടുതൽ വ്യക്തിഗതമായ ഫലങ്ങൾക്കായി വിശ്വസനീയമായ ജ്യോതിഷനെ കാണുക. അശ്വതി ജാതകർക്ക് 2025 നവശക്തിയും വിജയവും ഉണ്ടാകട്ടെ. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. മറ്റൊരു നാളുമായി അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളുടെ നക്ഷത്രം കമന്റ് ചെയ്യൂ. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ദൈനംദിന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി, നമസ്കാരം, ശുഭദിനം.